نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كم تركوا من جنات وعيون وزروع ومقام كريم ونعمة كانوا فيها فاكهين كذلك وأورثناها قوما آخرين وما بكت عليهم السماء والأرض وما كانوا منظرين صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين സഹോദരന്മാരെ സഹോദരിമാരെ, ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അവനെ യഥാവിധം സൂക്ഷിച്ച് ജീവിക്കാൻ ആദ്യമായും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്. മനുഷ്യ ജീവിതത്തിൽ അവന് പഠിക്കാൻ പാകത്തിൽ പലപ്പോഴും പല സംഭവങ്ങളും അരങ്ങേറാറുണ്ട്. ലോക ചരിത്രത്തിൽ അത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ നമുക്ക് കാണാം. അത് പലപ്പോഴും ധിക്കാരികളായ സ്വേച്ഛാധിപതികളായിട്ടുള്ള ആളുകളുടെ ഒരു നിലക്കും യാതൊരു രീതിയിലുമുള്ള അനുകമ്പയും അർഹിക്കാത്ത രീതിയിലുള്ള പതനമാണ്. നമ്മളുടെ ഈ വർഷത്തിൽ ലോകത്ത് രണ്ട് സംഭവങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ബംഗ്ലാദേശിൽ സംഭവിച്ച സംഭവമാണ്. ഷെയ്ഖ് ഹസീനയുടെ പതനവും അവർ ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടതും. മറ്റൊന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഷാമിൽ, പഴയ ഷാം, ഇപ്പോഴത്തെ സിറിയയിൽ സംഭവിച്ചിട്ടുള്ള ബഷാറുൽ അസദിൻ്റെ തിരോധാനമാണ്. ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട സംഭവം
ഇന്ത്യയുടെ സഹായത്തോടു കൂടി ബംഗ്ലാദേശ് മുജീബുർ റഹ്മാൻ്റെ നേതൃത്വത്തിൽ പാകിസ്ഥാനിൽ നിന്ന് സ്വതന്ത്രമാവുകയും ഒരു സ്വതന്ത്ര രാഷ്ട്രം എന്ന നിലക്ക് രൂപപ്പെടുകയും ചെയ്തതിൻ്റെ ശേഷം അവിടെ നടന്നിട്ടുള്ള സംഭവ വികാസങ്ങൾ നമുക്കറിയാം. ഏറ്റവും ഒടുവിലാണ് ഷെയ്ഖ് ഹസീന അധികാരത്തിൽ കയറുകയും എതിരാളികളെ മുഴുവൻ അടിച്ചമർത്തി ഏത് നിലക്കും തെരഞ്ഞെടുപ്പിൽ അധികാരം നേടാവുന്ന വിധം തെരഞ്ഞെടുപ്പ് പോലും അട്ടിമറിച്ചുകൊണ്ട് അധികാരം നിലനിർത്തി പോന്നിട്ടുള്ളത്. എന്നാൽ അവിടുത്തെ വിദ്യാർത്ഥികളുടെ അവർ മുൻകൈയെടുത്ത് നടത്തിയിട്ടുള്ള പ്രക്ഷോഭത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അധികാരം വിട്ട് രായ്ക്കുരാമാനം നാടുവിടേണ്ടി വന്നു. 50 വർഷമായി സിറിയയിൽ ഭരണം കൈയാളുന്ന അസദ് കുടുംബം, അസദിൻ്റെ മകൻ ബഷാറുൽ അസദ് ആണ് ഏറ്റവും ഒടുവിൽ റഷ്യയിലേക്ക് ചേക്കേറിയിട്ടുള്ളത്. സമാനമായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾക്ക് ചരിത്രത്തിൽ മാത്രമല്ല നമ്മുടെ വർത്തമാനകാലത്തിലും വായിക്കാൻ കഴിയുന്നു. ഇന്ന് വിശേഷിച്ചും മുസ്ലിം ഭരണാധികാരികളാണ് ലോകത്ത് മനുഷ്യന് ഒരു സ്വാതന്ത്ര്യവും നൽകാത്ത വിധം തങ്ങളെ വിമർശിക്കുകയോ തങ്ങൾക്കെതിരിൽ ചെറുവിരലെങ്കിലും മനക്കുകയോ ചെയ്യുന്ന ആളുകളെ മുഴുവൻ ജയിലിലടച്ചും അല്ലാതെയുമൊക്കെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ ബഷാറിൻ്റെ പതനം വല്ലാത്ത ഒരു പതനമാണ്. അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ മനുഷ്യൻ്റെ കരളലിയിപ്പിക്കുന്ന വിധത്തിലുള്ള റിപ്പോർട്ടുകളാണ്. കുട്ടികളും വൃദ്ധരും സ്ത്രീകളുമടക്കം ലക്ഷക്കണക്കിന് മനുഷ്യരെ ഭൂമിക്കടിയിൽ പണിത് ഉണ്ടാക്കിയിട്ടുള്ള ജയിലറകളിലിട്ട് പലവിധത്തിലും പീഡിപ്പിച്ച് കൊന്ന്, സാധാരണ നമ്മൾ ഭസ്മമാക്കുക എന്ന് പറയാറുണ്ട്, അക്ഷരാർത്ഥത്തിൽ തന്നെ അവിധം ആളുകളെ കൈകാര്യം ചെയ്തിട്ടുള്ള ഏറ്റവും ക്രൂരനായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് ബഷാറുൽ അസദ്. അദ്ദേഹത്തിൻ്റെ പിതാവും അങ്ങനെ തന്നെയാണ്. സിറിയ ഒരു ഇസ്ലാമിക മുസ്ലിം രാഷ്ട്രമാണ്. ബഷാറുൽ അസദ് നുസൈരി, ഷീകളിലെ നുസൈരി വിഭാഗത്തിൽപ്പെട്ട ആളാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയിട്ടുള്ള ഇസ്ലാമിക അടിസ്ഥാന വിശ്വാസങ്ങൾക്ക് പോലും വിരുദ്ധമായ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നൊരു വിഭാഗമാണ് നുസൈരികൾ. ഇസ്മായിലികൾ എന്നും അവരെ പറ്റി പറയാറുണ്ട്. അറബ് വസന്തത്തെ തുടർന്ന് സിറിയയിൽ പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ള ജനകീയ പ്രക്ഷോഭത്തെ അടിച്ചമർത്തിക്കൊണ്ടാണ് അയാൾ അധികാരം നിലനിർത്തി പോന്നിട്ടുള്ളത്. അതിന് റഷ്യയുടെയും ഇറാൻ്റെയും അതുപോലെ ലബനാനിലെ ഹിസ്ബുള്ളയുടെയും അകമഴിഞ്ഞ പിന്തുണയും സഹായവും ഉണ്ടായിരുന്നു. അവരാണ് യഥാർത്ഥത്തിൽ ബഷാറിനെ നിലനിർത്തി പോകുന്നത് എന്നതാണ് വസ്തുത. എന്നാൽ ഈയിടെയായി റഷ്യക്ക് ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് മറ്റ് സംഗതികൾ ശ്രദ്ധിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഇറാനിനാണെങ്കിൽ ഇസ്രായേലുമായിട്ടുള്ള പോരിൽ അവരുടെ പല നേതാക്കന്മാരെയും ഇസ്രായേൽ വധിച്ചു. അതോടൊപ്പം ഹിസ്ബുള്ളയെ സഹായിക്കുകയും അവരെ മുമ്പോട്ട് നയിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നതുകൊണ്ട് കാരണങ്ങളാലൊന്നും അവർക്ക് ബഷാറിനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വിപ്ലവകാരികളായിട്ടുള്ള ആളുകൾ വളരെ പെട്ടെന്നാണ് ബഷാറിനെ കഴിഞ്ഞ ദിവസം പുറത്താക്കിയിട്ടുള്ളത്. ഇങ്ങനെ പുറത്താക്കപ്പെടുന്ന
ജനവിരുദ്ധരായിട്ടുള്ള അക്രമികളായിട്ടുള്ള ഭരണാധികാരികൾക്ക് സംരക്ഷണം നൽകുക എന്നുള്ളതാണ് പലപ്പോഴും പല രാഷ്ട്രങ്ങളും ചെയ്തു പോരാറുള്ളത്. അതാണ് ഹസീനയുടെ കാര്യത്തിലും ബഷാറിൻ്റെ കാര്യത്തിലും ഒക്കെ സംഭവിച്ചിട്ടുള്ളത്. രാഷ്ട്രീയാഭയം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ അഭയം നൽകാറുള്ളത്. ഇവരൊക്കെ ലോകത്ത് ചെയ്തു കൂട്ടിയിട്ടുള്ള കടുങ്കൈകൾ എന്ന് പറഞ്ഞാൽ പോരാ, അതിനേക്കാൾ ക്രൂരതയാണ് അവരൊക്കെ ചെയ്തിട്ടുള്ളത്. യാതൊരു മനുഷ്യത്വവുമില്ലാതെ മനുഷ്യരെ എല്ലാവിധത്തിലും കൊന്നൊടുക്കുക. സിറിയയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളും അവിടുത്തെ ജയിലിൻ്റെ ചിത്രങ്ങളുമൊക്കെ നമ്മൾ കണ്ടാൽ നമ്മൾക്ക് തന്നെ ഹൃദയം പൊട്ടിപ്പോകുന്ന വിധത്തിലാണ് സംഗതികളുള്ളത്. അപ്പം ഇവിടെ ഈ സംഭവങ്ങൾ വിശദീകരിക്കുക എന്നതല്ല എൻ്റെ ഉദ്ദേശം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുമ്പിൽ രണ്ട് മാർഗമാണുള്ളത്. ഒന്നുകിൽ അവന് അള്ളാഹുവിൻ്റെ മാർഗം തിരഞ്ഞെടുത്തുകൊണ്ട് ഇസ്ലാം നിർദ്ദേശിക്കുന്ന വിധത്തിൽ, അത് ഭരണാധികാരികളായാലും ഭരണീയരായിരുന്നാലും അവർക്ക് മുമ്പോട്ട് പോവാം. അങ്ങനെ വരുമ്പോൾ മനുഷ്യപ്പറ്റുള്ള ഒരു മനസ്സുമായി അത്തരത്തിലുള്ള സമീപനവുമായി വേണം അവർ മുമ്പോട്ട് പോവാൻ എന്നതാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പല ഭരണാധികാരികളെയും പല പണക്കാരെയും സമ്പന്നന്മാരെയും ഒക്കെ ചിത്രീകരിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഫിർഔൻ, അയാളുടെ മന്ത്രിയായിരുന്ന ഹാമാൻ, ആ കാലത്തെ ഏറ്റവും വലിയ പണക്കാരനായിരുന്ന ഖാറൂൻ. ഇവരെ എന്ത് ചെയ്തു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഖാറൂനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അയാളെ ഭൂമിയിലേക്ക് ലഖദ് ഖസഫ്നാ ബിഹി അൽ അർദ്, ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഫിർഔനാണെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാമും ഇസ്രായേല്യരും രക്ഷപ്പെടുമ്പോൾ കടലിൽ മുങ്ങിച്ചാവുകയായി. ആ ചാവുന്ന സമയത്ത് ഫിർഔൻ പറഞ്ഞൊരു വാക്കുണ്ട്, ആമന്തു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായേൽ വാന മിനൽ മുസ്ലിമീൻ. ഇസ്രായേലികൾ ഏതൊരു ഇലാഹിലാണോ വിശ്വസിക്കുന്നത് അതേ ഇലാഹിൽ ഞാനും ഇതാ വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ മുസ്ലിങ്ങളിൽ ഒരാളാണ് എന്ന് പറഞ്ഞാൽ അതുവരെ ഒരുപാട് സമയങ്ങൾ അയാൾക്ക് അനുവദിച്ചു കൊടുത്തിരുന്നു തിരുത്താൻ. ജീവിതത്തിൽ താൻ ചെയ്തു കൂട്ടുന്ന അതിക്രമങ്ങളിൽ നിന്നൊക്കെ മുക്തനായി മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങൾക്കൊത്ത് അള്ളാഹുവിൻ്റെ ആജ്ഞാനുസാരം ജീവിക്കാനും അതനുസരിച്ച് ഇസ്രായേലിൽ ഭരണം നടത്താനും ഒക്കെ ഉള്ള ഒരുപാട് സന്ദർഭം അയാൾക്ക് അനുവദിച്ചു കൊടുത്തിരുന്നു. പക്ഷെ ആ അവസരങ്ങളൊക്കെ അയാൾ പയാക്കാണ്ടായി. അതിൻ്റെ ഫലമായിട്ടാണ് അയാൾ അവിടെ മുങ്ങിച്ചാവുന്നത്. ഖാറൂനിനോട് തൻ്റെ ജനത പറഞ്ഞത് ലാ തഫറഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ, ഒരിക്കലും ആർമാദിക്കരുത്, അതൊരിക്കലും അള്ളാഹു ഇഷ്ടപ്പെടില്ല. എന്നാൽ വബ്തഗി ഫീമാ അതാകുല്ലാഹു ദാറൽ ആഖിറ, താങ്കൾക്ക് അള്ളാഹു ഭൗതികമായി ഒരുപാട് സമ്പത്തും സൗകര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്, അത് പരലോകത്തെ നേടാനാണ് താങ്കൾ ഉപയോഗപ്പെടുത്തേണ്ടത്. വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്, അള്ളാഹു താങ്കൾക്ക് ഔദാര്യം ചെയ്തതുപോലെ, ഉദാരമായി താങ്കൾക്ക് സമ്പത്ത് നൽകിയതുപോലെ താങ്കളുടെ ജനതയോട് ഉദാരമായിട്ട് വർത്തിക്കണം എന്ന് പറഞ്ഞപ്പോൾ അയാളുടെ വാദഗതി ഇതൊക്കെ ഞാൻ എൻ്റെ അറിവും എൻ്റെ യുക്തിയും വഴി നേടിയെടുത്തിട്ടുള്ളതാണ്, ഇതിലൊന്നും അള്ളാഹുവിന് യാതൊരു കഴിവില്ല, അതുകൊണ്ട് നിങ്ങളീ പറയുന്നതൊന്നും എനിക്ക് സ്വീകരിക്കേണ്ടതില്ല. ഇത് എല്ലാ കാലഘട്ടത്തിലും പ്രവാചകന്മാരിലൂടെ അല്ലെങ്കിൽ പ്രബോധകരിലൂടെ ഇത്തരത്തിലുള്ള ആളുകളെ ഉത്ബോധിപ്പിച്ചു പോന്നിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ദുനിയാവ് എന്ന് പറയുന്നത് ഏറ്റവും മധുരമുള്ള നല്ല പച്ചപ്പുള്ള തനിക്ക് വെട്ടിപ്പിടിക്കാവുന്ന ഒന്നായിട്ടാണ് അവൻ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ദുനിയാവിനെ ആ നിലക്ക് വിശേഷിപ്പിച്ചതായി കാണാം. അദ്ദുന്യാ ഹുൽവത്തുൻ ഖളിറ, ദുനിയാവ് ഹുൽവത്താണ്, മാധുര്യമുള്ളതാണ്. ഖളിറത്തുൻ, അത് ഹരിതാഭമാണ്, പച്ച പിടിച്ചതാണ്. പക്ഷേ ഈ ദുനിയാവ് കയ്യാളേണ്ട വിധം കയ്യാളുകയും
അവിടെ അള്ളാഹുവിൻ്റെ ആജ്ഞകൾ അനുസരിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയും ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ അവസാന വിശകലനത്തിൽ രക്ഷയുണ്ടാവുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടർന്ന് പറയും. ഫിർഔനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ, ഫിർഔനെയും ആളുകളെയും സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ വളരെ വശ്യമായ രീതിയിലാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. അവരുടെ പതനത്തെ കം തറക്കൂ മിൻ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ. എത്രയെത്ര ആരാമങ്ങളും അരുവികളുമാണ് അവർ വിട്ടേച്ചു പോയത്. കം തറക്കൂ മിൻ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം. പച്ച പിടിച്ച കൃഷിയിടങ്ങളും അതുപോലെ തന്നെ ഇമ്പമാർന്ന ഉദ്യാനങ്ങളുമൊക്കെ അവർ വിട്ടേച്ചു പോയി. വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ. അവരൊക്കെ ആ അനുഗ്രഹങ്ങളിൽ ആറാടുകയായിരുന്നു. അങ്ങനെ ഉള്ള അനുഗ്രഹങ്ങളും അവർ വിട്ടയച്ചു പോയി. പക്ഷേ എന്താണ് സംഭവിച്ചത്? കദാലിക വൗറസ്നാഹാ ഖൗമൻ ആഖരീൻ. അത് പിന്നീട് നാം മറ്റൊരു ജനതയ്ക്ക് അനന്തരമായി നൽകി. ഈ ധിക്കാരികളും അതിക്രമികളുമൊക്കെ പോകുമ്പോൾ അത് അനന്തരമെടുക്കുന്നത് ആരെയാണോ അവർ മർദ്ദിച്ചൊതുക്കാൻ ശ്രമിച്ചിരുന്നത്, ആരെയാണോ അവർ അടിച്ചമർത്തിയിരുന്നത്, ആ ജനതയാണ്. സൂറത്ത് ഖസസിൽ വിശുദ്ധ ഖുർആൻ ആ കാര്യം പറയുന്നുണ്ട്. വനുരീദു അൻ നമുന്ന അലല്ലദീന ഇസ്തുദ്ഇഫൂ ഫിൽ അർദ് വനജഅലഹും അഇമ്മത്തൻ വനജഅലഹുൽ വാരിസീൻ. ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അനുഗ്രഹം ചൊരിയാൻ നാം ഉദ്ദേശിക്കുന്നുണ്ട്. വനുരീദു അൻ നമുന്ന അലല്ലദീന ഇസ്തുദ്ഇഫൂ ഫിൽ അർദ്. അതുപോലെ തന്നെ അവരെ ഭൂമിയുടെ അവകാശികളാക്കാനും നാം ഉദ്ദേശിക്കുന്നതാണ്. വനുരീദു അൻ നമുന്ന അലല്ലദീന ഇസ്തുദ്ഇഫൂ ഫിൽ അർദി വനജഅലഹുൽ വാരിസീൻ. ഭൂമിയുടെ വാരിസുകൾ, അതിൻ്റെ അനന്തരാവകാശികളാക്കാനും നാം ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും അള്ളാഹു അവിടെ പരീക്ഷിക്കുകയാണ്. പരീക്ഷണം എന്താണ്? ഇങ്ങനെ അനന്തരമെടുക്കുന്ന ആളുകൾ ഇനി എങ്ങനെയാണിത് കൈകാര്യം ചെയ്യാമെന്നാണ് പരീക്ഷണം. ഈ അതിക്രമികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് തുടർന്ന് ഖുർആൻ പറഞ്ഞു, വമാ ബഖത് അലൈഹിമുസ് സമാഉ വൽ അർദ് വമാ കാനൂ മുൻദരീൻ. ആകാശവും ഭൂമിയും അവർക്ക് വേണ്ടി ഒരിറ്റ് കണ്ണീരും ഒലിപ്പിച്ചില്ല. സാധാരണ ആകാശം ഭൂമി കരയാറില്ല. പക്ഷേ ഇത് ഭാവാത്മകമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അവർക്ക് വേണ്ടി ആകാശവും ഭൂമിയും കരഞ്ഞില്ല, അവർക്ക് സാവകാശം നൽകപ്പെട്ടതുമില്ല എന്ന് പറഞ്ഞാൽ അത്രമാത്രം അതിക്രമികളായി കഴിഞ്ഞിട്ടുള്ള ഈ ആളുകൾ അവർ ഭൂമിയിൽ നിന്ന് തിരോധാനം ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവർ ആട്ടിയോടിക്കപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി അല്പമെങ്കിലും അവരോട് കാരുണ്യം കാണിക്കാനോ അവരോട് അനുഭാവം പ്രകടിപ്പിക്കാനോ പോലും ആരെയും കിട്ടുകയില്ല എന്നുള്ളതാണ്. അത്രയ്ക്ക് ദുഷ്ടന്മാരായിട്ടുള്ള, താന്തോന്നികളായിട്ടുള്ള, അതിക്രമികളായിട്ടുള്ള ആളുകൾ. ഇത് മനുഷ്യന് എന്നും ഗുണപാഠമായിരിക്കേണ്ട ഒരു സംഗതിയാണ്. ഒരിക്കലും തന്നെ മനുഷ്യൻ ഇവിടെ ചിരസ്ഥായിയായിട്ട് ജീവിക്കില്ല എന്നതൊരു വസ്തുതയാണ്. ജനിച്ചവരൊക്കെ മരിക്കും. അധികാരം വാണവർ ഒരു നാൾ അവർ അധികാരം വിട്ടൊഴിയേണ്ടി വരും എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ ഈ ഇടയ്ക്ക് കിട്ടുന്ന അല്പസമയത്തിൽ മനുഷ്യൻ ഉളക്കുകയും അഹങ്കരിക്കുകയും ധിക്കാരം പ്രവർത്തിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയും ചെയ്യുമ്പോൾ അവൻ എല്ലാം മറന്നുകൊണ്ട് തൻ്റെ ധിക്കാരത്തിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ അവസാനം വെച്ചിട്ടാണ് അള്ളാഹു അവനെ പിടികൂടുക. സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ. അവരറിയാത്ത വിധത്തിലാണ് നാം അവരെ പിടികൂടുക എന്ന് വിശുദ്ധ ഖുർആൻ ഇത്തരം ആളുകളെ സംബന്ധിച്ച് പറയുന്നു. പ്രസിദ്ധനായിട്ടുള്ള ഒരു കവി അന്ദുലുസിൻ്റെ പതനത്തെ സംബന്ധിച്ച് ഇതുപോലെ പാടിയിട്ടുണ്ട്. അന്ദുലുസ് എന്ന് പറഞ്ഞാൽ മുസ്ലിം സ്പെയിൻ. മുസ്ലിം സ്പെയിൻ നശിക്കാനുണ്ടായിട്ടുള്ള കാരണം എന്താ? ഇസ്ലാമികമായിട്ടുള്ള എല്ലാ പരിഷ്കരണങ്ങളും സംസ്കാരവും പടുത്തുയർത്തപ്പെട്ട് ലോകത്തിന് തന്നെ മാതൃകയായി എന്ന് മാത്രമല്ല ക്രൈസ്തവ ലോകത്ത് വിജ്ഞാനത്തിൻ്റെ ദീപശിഖയായിട്ട് വളർന്നിട്ടുള്ള വലിയ വലിയ യൂണിവേഴ്സിറ്റികൾ വരെ പടുത്തുയർത്തിയിട്ടുള്ള ഒരു രാഷ്ട്രമാണ്
അന്ദലുസ്, സ്പെയിൻ എന്ന് പറയുന്നത്. അവിടെ നിന്നൊരു ഘട്ടത്തിൽ മുസ്ലിങ്ങൾ കൂട്ടത്തോടെ, മുസ്ലിങ്ങൾ മാത്രമല്ല ജൂതന്മാരും കൂട്ടത്തോടെ ആട്ടി ഓടിക്കപ്പെട്ടിട്ടുണ്ടായി. ഇതിനെ സംബന്ധിച്ച് കവി പാടിയിട്ടുള്ളത് ലികുല്ലി ഷൈഇൻ ഇദാ തമ്മ നുഖ്സാനു ലാ യുഗർറന്ന ബിത്തി വലാ യുഗർറ ബിതിബിൽ ഐഷി ഇൻസാനു എന്നാണ്. ഏതൊരു സംഗതിയും അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ അതിനൊരു പതനം വരും. ലികുല്ലി ഷൈഇൻ ഇദാ തമ്മ ഇൻസാനു. അതുകൊണ്ട് മനുഷ്യൻ വലാ യുഗർറ ബിതിബിൽ ഐഷി ഇൻസാനു, ഏറ്റവും നല്ല സുഖപ്രദമായിട്ടുള്ള ജീവിതം ലഭിച്ചു എന്ന് വെച്ചിട്ട് മനുഷ്യൻ ഒരിക്കലും വഞ്ചിതനാവേണ്ടതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിനൊക്കെ മനുഷ്യർ വഞ്ചിതനാവുകയാണ് ചെയ്യുന്നത്. മനുഷ്യൻ വഞ്ചിതനാവാനുള്ള കാരണം എന്താ? മനുഷ്യൻ വഞ്ചിതനാവുന്നതിൻ്റെ കാരണം അവൻ തന്നെ സംബന്ധിച്ചും തൻ്റെ സൃഷ്ടാവിനെ സംബന്ധിച്ചും തൻ്റെ പരിണതി എങ്ങനെയായിരിക്കും അതിനെ സംബന്ധിച്ചും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. തനിക്ക് കിട്ടിയ അധികാരം അത് തനിക്കും തൻ്റെ ഭാവി തലമുറകൾക്കും നിലനിർത്താൻ പാകത്തിൽ എന്നുമെന്നും നിലനിൽക്കും. തങ്ങളെ ചോദ്യം ചെയ്യാൻ, ഞങ്ങളെ അതിജയിക്കാൻ ലോകത്താർക്കും സാധ്യമല്ല എന്ന വിധത്തിൽ ആളുകൾ മുമ്പോട്ട് പോകുമ്പോഴാണ് ഈ വഞ്ചനയിൽ അകപ്പെട്ടു പോവുക. അപ്പോൾ ഈ വഞ്ചനയിൽ അകപ്പെടുന്ന മനുഷ്യരോട് വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു കാര്യം, ഇന്നമൽ ഹയാത്തു ദുനിയ ലഅബുൻ വലഹ്, ഭൗതിക ജീവിതം എന്ന് പറയുന്നത് അതൊരു തമാശ, ഒരു കളി പോലെയാണ്. കളിയിൽ ഒരു കൂട്ടർ വിജയിക്കും, മറ്റവർ പരാജയപ്പെടും. പരാജയപ്പെട്ട ആളുകൾ പിന്നീട് മറ്റൊരു കളിയിൽ അവർ വിജയിക്കും, മറ്റവർ ആദ്യം ജയിച്ച ആളുകൾ പരാജയപ്പെടും. അതുപോലെ തന്നെ വിനോദത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഉള്ള അനുഭവം എന്താണ്? വിനോദത്തിൽ ഏർപ്പെടുന്ന ആളുകൾ തൽക്കാലം അതിൽ അഭിരമിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും അത് കഴിഞ്ഞാൽ പിന്നെ അതിലുള്ള ഹരം തീർന്നു എന്ന് മാത്രമല്ല, ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ മറ്റൊരു അവസ്ഥയാണ് മനുഷ്യൻ നേരിടേണ്ടി വരാറ്. ഇത് ദുനിയാവിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് എന്ന് പറയാനുള്ള കാരണം, നിങ്ങളുടെ യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് ഈ ദുനിയാവല്ല. ഇത് ഒരു കളി തമാശ പോലെ അല്ലെങ്കിൽ ഒരു വിനോദം പോലെ തൽക്കാലത്തേക്കുള്ളൊരു ഏർപ്പാട്. അത് കഴിഞ്ഞാൽ നിങ്ങൾ കാര്യത്തോടടുക്കുകയാണ്. അങ്ങനെ കാര്യത്തോടടുക്കുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിക്കുകയും അതിനനുസരിച്ച് കാര്യങ്ങൾ കൈയാളുകയും അള്ളാഹുവും അവൻ്റെ ദൂതന്മാരും നിങ്ങൾക്ക് നിർണയിച്ചു തന്നിട്ടുള്ള മാർഗരേഖ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോവുകയും ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടാനാവുള്ളൂ എന്നുള്ളതാണ്. അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് മറ്റൊരനുഭവമായിരിക്കും. ഈ പാഠം നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇവിടെ ഭൂമിയിലെ ജീവിതത്തിൽ മനുഷ്യൻ എപ്പോഴും പരീക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടെ നന്മ കൈവരുമ്പോഴും പരീക്ഷണമാണ്, മോശമായിട്ടുള്ള അവസ്ഥ വരുമ്പോഴും പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിൽ വിജയിക്കാനാണ്, അത് സത്യവിശ്വാസികൾക്ക് മാത്രമേ വിജയിക്കാൻ കഴിയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറഞ്ഞത് അജബല്ലി അംരിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം വലിയ അത്ഭുതമാണെന്ന്. എന്താണ് അത്ഭുതത്തിന് കാരണം? ഇതാ അസാബഹു സറാഉ ശക്കർ, അവനെ സംബന്ധിച്ച് അവനൊരു സന്തോഷകരമായിട്ടുള്ള അവസ്ഥ വന്നാൽ അവൻ അതിൽ സന്തോഷം രേഖപ്പെടുത്തുകയും അത് നൽകിയ അള്ളാഹുവിനോട് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യും. വൈ നസാബത്തുഹു ലറാഉ സബർ, അതേ അവസരം അവന് പ്രയാസം വന്നാലോ അവിടെ അവൻ ക്ഷമിച്ച് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുക. അപ്പം സത്യവിശ്വാസികൾ അവർ ഏത് വിധാനത്തിലുള്ളവരാണെങ്കിലും, അവർ സാധാരണക്കാരോ പണക്കാരോ പണ്ഡിതന്മാരോ പാവങ്ങളോ ഭരണാധികാരികളോ ഭരണീയരോ ആരുമായിരുന്നാലും ശരി, അവർ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കേണ്ട കാര്യം ഇതാണ്. തങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഇത് എണ്ണപ്പെട്ട ദിവസങ്ങളാണ്. ആ എണ്ണപ്പെട്ട ദിവസങ്ങൾക്കിടയിൽ തങ്ങൾ ആർമാദിച്ചുകൊണ്ട് തങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങളിൽ അഭിരമിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ അത് അവസാനം തങ്ങളുടെ പതനത്തിലാണ് എത്തിപ്പെടുക. അതുകൊണ്ട് അതിന് പകരം അള്ളാഹുവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പരിഗണിച്ചുകൊണ്ട് അവൻ എന്താണോ നിർദ്ദേശിച്ചത് അതനുസരിച്ച് എൻ്റെ ജീവിതം സുഗമമാക്കാൻ, അതോടൊപ്പം എൻ്റെ കൂടെ ജീവിക്കുന്ന മനുഷ്യരുടെ മാത്രമല്ല മറ്റ് ജീവജാലങ്ങളുടെ പോലും ജീവിതത്തിൻ്റെ ഗുണകരമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ കൈയാടാനാണ് ഞാൻ ശ്രമിക്കേണ്ടത്. ഇത് സംബന്ധിച്ചൊക്കെ ഒരു ഘട്ടത്തിൽ ഞാൻ ചോദ്യം ചെയ്യപ്പെടുന്നുള്ള ആ ഉത്തമ ബോധ്യത്തോടു കൂടി മുമ്പോട്ട് പോകുമ്പോൾ മാത്രമേ മനുഷ്യന് അവൻ്റെ ഈ ലോക ജീവിതം വിജയിപ്പിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അല്ലാഞ്ഞാൽ അവൻ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് ചെയ്യുക. ഇതാണ്
ഇവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മളുടെ മുമ്പിൽ അരങ്ങേറുമ്പോൾ നാം ചിന്തിക്കേണ്ടത് ഇതിൽ നമ്മൾക്ക് ഒക്കെ വളരെ വലിയ ഗുണപാഠങ്ങളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിൻ്റെ മാർഗത്തിലൂടെയല്ല നാം മുമ്പോട്ട് പോകുന്നതെങ്കിൽ അത് ഏത് അർത്ഥത്തിലുള്ള പതനത്തിലാണ് നമ്മളെ കൊണ്ടെത്തിക്കുക എന്നുള്ളത് വളരെ ഗൗരവപൂർവ്വം ചിന്തിച്ചുകൊണ്ട് വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ അത് ഗുണപാഠങ്ങളാക്കി എടുത്തുകൊണ്ട് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിച്ച് മുമ്പോട്ട് പോകാനും ഇസ്ലാമിൻ്റെ മാർഗത്തിലൂടെ മുമ്പോട്ട് പോയ അവസാനം അള്ളാഹുവിൻ്റെ പ്രീതി നേടിയെടുത്തുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാനും അങ്ങനെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലെത്തിപ്പെടാനും നാം ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അവരെ യഥാവിധം സൂക്ഷിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ പരീക്ഷിക്കുമ്പോൾ ആ പരീക്ഷണത്തിൽ വിജയം നേടുക അള്ളാഹുവിൻ്റെ ആജ്ഞാനുവർത്തികളായിട്ടുള്ള സത്യവിശ്വാസികളായി. അതൊരു പക്ഷേ നമ്മൾക്ക് ഇവിടെ പെട്ടെന്ന് ആ വിജയം കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നാളെ പരലോകം അത് ശാശ്വതമായിട്ട് രക്ഷിച്ചെടുക്കാൻ നമ്മൾക്ക് കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ എത്രമാത്രം അള്ളാഹുവിനോട് അടുക്കാൻ കഴിയും ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ നിലക്ക് നമ്മളുടെ കർമ്മങ്ങൾ അത് കഴിയുന്നത്ര തെറ്റുകളിൽ നിന്ന് കുറ്റങ്ങളിൽ നിന്ന് മുക്തമാക്കി പുണ്യങ്ങളിൽ നന്മകളിൽ സൽക്കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകാനും അതോടൊപ്പം തന്നെ വന്നുപോയ അബദ്ധങ്ങൾ, പാളിച്ചകൾ, തെറ്റുകൾ, കുറ്റങ്ങൾ അതൊക്കെ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് പശ്ചാത്താപ മനസ്സോടുകൂടി മുമ്പോട്ട് പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വയം വിശേഷിപ്പിച്ചിട്ടുള്ളത് തവ്വാബ്, ഗഫൂർ, റഹീം എന്നൊക്കെയാണ്. പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ, പാപങ്ങൾ പൊറുക്കുന്നവൻ, അതുപോലെ കാരുണ്യവാൻ. ഈ കാരുണ്യത്തിന് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിന് തൗബക്ക് ഒക്കെ നമ്മൾ അർഹരായി തീരണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു മനസ്സോടുകൂടി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ സാധ്യമാവും. അത് വളർത്തിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും പുറത്തു തന്ന് അവനോട് പശ്ചാത്താപനിരതമായ മനസ്സോടുകൂടി മുമ്പോട്ട് പോകുന്ന തവ്വാബുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി പെരുമാറാകണം. നാഥ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ, ബന്ധുമിത്രാദികൾ, നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളോട് സഹകരിക്കുകയും ചെയ്തിട്ടുള്ളവർ, പ്രാർത്ഥിക്കാൻ വസിയ്യത്ത് ചെയ്തവർ, നിങ്ങൾക്ക് ആരോടൊക്കെ ബാധ്യതയുണ്ടോ അങ്ങനെയുള്ള ആളുകൾ, അതുപോലെ തന്നെ ഞങ്ങളുടെ ഗുരുനാഥന്മാർ, ശിഷ്യന്മാർ തുടങ്ങി ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾക്കും നാഥ നിൻ്റെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി ഞങ്ങളെയും അവരെയും അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ, ബന്ധുമിത്രാദികൾ അവരുടെയൊക്കെ പാപങ്ങൾ നീ കഴുകി ശുദ്ധീകരിക്കുകയും അവരുടെ നന്മകൾ നീ അംഗീകരിക്കുകയും ചെയ്യണേ റഹ്മാനെ. അവരുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കുകയും ആ ഖബറുകൾ പ്രകാശപൂരിതമാക്കുകയും ചെയ്യണേ റഹ്മാനെ. ആ ഖബറുകളിലേക്ക് നിൻ്റെ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നിട്ട് കൊടുക്കണേ റഹ്മാനെ. ലോകത്ത് നിൻ്റെ ദീനിന് വേണ്ടി പണിയെടുക്കുന്ന അതിൻ്റെ മാർഗത്തിൽ സമര രംഗത്തുള്ള ആളുകളുണ്ട്, വിശേഷിച്ചും ഗസ്സ പോലെയുള്ള പ്രദേശങ്ങൾ നാഥ. അത്തരം ആളുകൾക്ക് നീ വിജയം പ്രദാനം ചെയ്യുകയും ഇസ്ലാമിൻ്റെ സുന്ദരമായിട്ടുള്ള പ്രകാശം ലോകത്ത് പരന്ന് വിജയം വരിച്ചുകൊണ്ട് കാണാനുള്ള ഭാഗ്യം നാഥാന് ഞങ്ങൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യാമാണ് റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة
وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. اللهم صل وسلم على عبدك ورسولك محمد وآله وصحبه أجمعين والحمد لله رب العالمين. Allah